ഒരിക്കലൊരു കുട്ടിയോട് ദൈവം രണ്ട് പാത്തുകളെ കുറിച്ച് പറഞ്ഞു. ഗുഡ് പാത്തും ബാഡ് പാത്തും. ഇരുട്ടിൻ്റെ വഴിയും വെളിച്ചത്തിൻ്റെ വഴിയും. ഏത് വഴിയിലൂടെയാണ് കുട്ടിക്ക് പോകേണ്ടുന്നത്? അപ്പോൾ കുട്ടി ചോദിച്ചു, ഇരുട്ടിൻ്റെ വഴി എന്താണ്, പ്രകാശത്തിൻ്റെ വഴി എന്താണ്, ഗുഡ് എങ്ങനെ ഉണ്ടായി, ബാഡ് എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ച ദൈവത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. രണ്ടു വഴികൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടും കുട്ടിക്ക് ആവശ്യമില്ലാതെ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ദൈവം ആ കുട്ടിയെടുത്ത് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ടു നിർത്തി. ചുറ്റും ഇരുട്ടാണ്, ദൈവത്തെയും കാണുന്നില്ല, കുട്ടിയെയും കാണുന്നില്ല, ഒന്നിനെയും കാണുന്നില്ല. ദൈവം ചെറിയൊരു പ്രകാശം അവിടെ കത്തിച്ചു വെച്ചു. ഒരു ചെറിയൊരു മെഴുകുതിരി വെട്ടം, അവിടെ പ്രകാശം വന്നു, ഇരുട്ട് പോയി. അപ്പോൾ ഇതിനു മുൻപ് ഈ പ്രകാശം വരുന്നതിന് മുമ്പ് എവിടെ പോയി, എവിടുന്ന് വന്നു ഈ ഇരുട്ട്? ഇതായിരുന്നു ഈ കുട്ടിയുടെ ചോദ്യം. ദൈവം അതിന് വീണ്ടും മറ്റൊരു ഉദാഹരണം കൂടെ കൊണ്ടുവന്ന് കാണിച്ചു. ഒരു മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാനായിട്ട് കുട്ടിയും കൂട്ടിപ്പോയി. തിരിച്ച് വന്നപ്പോൾ മനുഷ്യ വിസർജ്യം, എന്തിൻ്റെയെങ്കിലും ഒരു വിസർജ്യം, മലമോ എന്തുവാ അമിത ദുർഗന്ധമുള്ളത് കുട്ടിയുടെ കാലിൽ പറ്റി. ഇത് കഴുകിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ പാതയിലേക്ക്, അല്ലെങ്കിൽ ഗുഡ് പാത്തിലേക്ക്, അല്ലെങ്കിൽ ബാഡ് പാത്തിലേക്ക്, ഏത് പാതയിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ ചോദ്യം, ഇത് എവിടുന്ന് കാലിൽ പറ്റി, ഏത് വീടിൻ്റെ ഭാഗത്തുനിന്ന് പറ്റി, അതോ വഴിയിൽ നിന്ന് പറ്റിയോ, എങ്ങനെ പറ്റി, എന്ത് വിസർജ്യമാണ്, ഇതെന്തുമാത്രം കാണും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ദൈവം ആ കുട്ടിയെ വഴക്ക് പറഞ്ഞില്ല, ദൈവത്തിൻ്റെ മടിയിലിരുത്തിയിട്ട് പറഞ്ഞു, ഇതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഗുഡ് പാത്തും ബാഡ് പാത്തും തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ സമാധാനമില്ലാതെ രക്ഷയിലേക്ക് ചില ആൾക്കാർ പോകാതെ നിൽക്കുകയും ചിലർ പോവുകയും ചെയ്യുന്നതിൻ്റെ കാരണം, എവിടെ അജ്ഞാനം മാറി ജ്ഞാനത്തിൻ്റെ സൂര്യപ്രകാശം, ജ്ഞാനത്തിൻ്റെ ലൈറ്റ് നമുക്ക് വരുന്നു, അതിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അജ്ഞാനം എവിടുന്ന് വന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് ആവശ്യമില്ലാത്ത സംശയങ്ങളെക്കാൾ ആവശ്യമുള്ള ക്യൂരിയോസിറ്റി, വളരാനുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടുന്നത്. ചിന്തകൾ ഐഡിയാസ് ആക്കുക, ചിന്തകൾ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകരുത്. ദൈവം അല്ലെങ്കിൽ പ്രകാശം, ജ്ഞാനം വന്നാൽ അവിടെ പിന്നെ അന്ധകാരത്തിന് ഒരു സ്ഥാനവുമില്ല. അന്ധകാരം എങ്ങനെ വന്നു എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ നമുക്ക് എന്തുകൊണ്ട് ദുഃഖം വന്നു, നമുക്ക് എന്തുകൊണ്ട് പ്രശ്നം വന്നു എന്ന് ചിന്തിച്ച് അതിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ചാൽ നമുക്ക് നിൽക്കുന്നിടത്തൊന്നും നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. നമ്മൾ പുറകോട്ട് പോവുകയും ചെയ്യും. ഇന്നലകൾ നമ്മുടെ ജീവിതത്തിലില്ല, പക്ഷെ മുന്നോട്ട് നമ്മൾ ജീവിച്ചേ പറ്റും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? കുട്ടിക്ക് ആദ്യം കാര്യം മനസ്സിലാക്കി